ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകുട്ടിച്ചാൻ തൻ്റെ ആൺമക്കളെ നോക്കി. ആരും മിണ്ടുന്നില്ല. അവൾ ചോദിച്ചത് കേട്ടില്ലേടാ? ആർക്കും ഒന്നും പറയാനില്ലേ? അതുകുട്ടിച്ചാൻ ഔസേപ്പച്ചനെയും ആൽബർട്ടിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ ഊണുമേശമേൽ ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് മാത്രമല്ല, ഈ വീട്ടിൽ കാലുകുത്താൻ പോലും അർഹതയില്ല, ഔസേപ്പച്ചൻ വെട്ടിത്തുറന്നു പറഞ്ഞു. അത്രയുമായപ്പോൾ ആൽബർട്ടിനും ധൈര്യമായി. നിന്നെ ഞങ്ങൾ എന്തായാലും കൊട്ടാരമറ്റം തറവാട്ടിലെ അംഗമായി അംഗീകരിച്ചിട്ടില്ല, ഇനി അംഗീകരിക്കാനും ഉദ്ദേശമില്ല. ലാലിച്ചായന് പറ്റിയ കൈത്തെറ്റിൻ്റെ നാണക്കേട് ഞങ്ങളെന്തിനാ ചുമക്കുന്നേ? ഈ ലോകത്ത് ആർക്കൊക്കെ എന്തെല്ലാം യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ 2-3 പേര് ചേർന്ന് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളാണോ ഇവിടുത്തെ ന്യായാധിപന്മാർ? ഞങ്ങളോട് ചോദിച്ചതിൻ്റെ മറുപടി ഞങ്ങൾ പറഞ്ഞു. ആൽബർട്ടിൻ്റെ ഒച്ച താഴ്ന്നു. അവൾ ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? എഴുന്നേൽപ്പിച്ചു വിടുമോ? അലീന, നീ ഇവിടെ വന്നിരിക്ക്, അത് കുടിച്ചാൻ അവളെ വിളിച്ചു. അലീന ഊണുമുറിയിലേക്ക് വന്നു. ഊണുമേശയിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഭക്ഷണം വിളമ്പി. ഔസേപ്പച്ചൻ ക്രുദ്ധനായി എഴുന്നേറ്റു. ആരും എഴുന്നേറ്റ് പോകണ്ട, അലീന പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ആരോടും ഗുസ്തി പിടിച്ചിട്ട് ഒരു സ്ഥാനം എനിക്ക് വേണ്ട. അവൾ ഭക്ഷണം വിളമ്പിയെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. വാതിക്കൽ ചെന്ന് തിരിഞ്ഞു നിന്ന് എല്ലാവരെയും നോക്കി ഔസേപ്പച്ചൻ ഇരുന്നു. 23 വർഷം ഞാൻ ഭക്ഷണം കഴിച്ചത് അനാഥാലയത്തിൻ്റെ വരാന്തയിലിരുന്നാണ്. പാത്രം ഇത്രയും നല്ലതായിരുന്നില്ല, ഭക്ഷണവും ഇത്രത്തോളം വിലപിടിച്ചതായിരുന്നില്ല. പക്ഷേ ആ രുചിയൊന്നും പിന്നീട് ഞാൻ കഴിച്ച ഒരു ഭക്ഷണത്തിനും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഏതു വലിയ മണിമാളികളിലിരുന്ന് കഴിച്ചാലും. അലീന ഒരു നിമിഷം നിർത്തി. എല്ലാവരും അവളെ തന്നെ നോക്കുകയാണ്. ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, എന്നെ ഈ വീട്ടിൽ കയറ്റുക പോലും ചെയ്യരുതെന്ന്, ഭക്ഷണമെന്ന് കൊടുക്കരുതെന്ന്. എന്തെല്ലാം! ഈ വീട്ടിൽ ഒരു സ്ഥാനവും നേടിയെടുക്കാൻ വന്നതല്ല ഞാൻ, ഒരവകാശവും വേണ്ട. ആരുമില്ലാത്തവളെന്ന് വിചാരിച്ച് കഴിഞ്ഞ 23 വർഷവും ഞാൻ ജീവിച്ചത്. സ്വന്തക്കാരായിട്ട് ഒരുപാട് പേരുണ്ടെന്നറിയാം. എല്ലാവരെയും കാണാനൊരാഗ്രഹം, അതുകൊണ്ട് വന്നതാ. നാളെയോ മറ്റന്നാളോ തിരിച്ചു പോയിക്കോളാം. അലീന തിരിച്ചു കിച്ചണിലേക്ക് കയറി. 2 നിമിഷം അങ്ങനെ നിന്നു. പറയേണ്ടത് മുഴുവൻ പറഞ്ഞില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ ഇടത് കൈകൊണ്ട് ഡോർ കർട്ടൻ വകഞ്ഞു പിടിച്ച് ഊണുമുറിയിൽ കൂടിയിരിക്കുന്നവരെ നോക്കി. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഒരു അനാഥാലയത്തിൽ ജീവിച്ചു എന്നുള്ളതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ അങ്ങനെ അനാഥാലയത്തിൽ എത്തി എൻ്റെ കുറ്റം കൊണ്ടാണോ? ഔസേപ്പച്ചനും ആൽബർട്ടും അടക്കം എല്ലാവരും അമ്പരന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ അനാഥാലയങ്ങളിൽ എത്തിച്ചേരുന്നത് തീർച്ചയായും അവരുടെ കുറ്റം കൊണ്ടല്ല, വേറെ ആരോ ചെയ്ത പാവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതാണ് നിരപരാധികളായ അനാഥ കുഞ്ഞുങ്ങൾ. നിങ്ങളിൽ ആരൊക്കെയോ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാ കഴിഞ്ഞ 23 വർഷവും ഞാൻ അനുഭവിച്ചത്, ഇനി അനുഭവിക്കാനിരിക്കുന്നതും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ ഈ തറവാട്ടുമുറ്റത്ത് ഓടിക്കളിച്ച് വളരേണ്ടവളായിരുന്നില്ലേ ഞാനും? നിങ്ങളുടെ മക്കളെപ്പോലെ സ്നേഹിച്ചും സംരക്ഷിക്കേണ്ടതുമായിരുന്നില്ലേ എന്നെയും? അവിടെ ഇരിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാനാവാത്ത വിധം വ്യക്തവും യുക്തവുമായിരുന്നു അലീനയുടെ ചോദ്യങ്ങൾ. അവളുടെ നേർക്ക് നോക്കിക്കൊണ്ടിരുന്ന കണ്ണുകൾ അധൈര്യത്തോടെ പിൻവലിഞ്ഞു. അല്പം മുൻപ് വരെ അവളെ കുറ്റപ്പെടുത്തിയവർ ഒന്നും മിണ്ടാനും പറയാനുമില്ലാതെ അവനവനിലേക്ക് തന്നെ തല താഴ്ത്തി. ഊണുമുറിയിൽ ഒരു നിശബ്ദത വ്യാപിച്ചു. അലീന കയ്യിലിരുന്ന പ്ലേറ്റുമായി പിന്തിരിഞ്ഞു. ഡോർ കർട്ടൻ വീണ്ടും അവളെ മറച്ചു. അത് കുട്ടിച്ചാൻ ഒരു പ്ലേറ്റ് ഭക്ഷണം വിളമ്പി എഴുന്നേറ്റു. അയാൾ കിച്ചണിലേക്ക് ചെന്നു. അലീന ടൈൽസ് ഫ്ലോറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നീ ഇവിടെ ഇരുന്നാണോ കഴിക്കുന്നേ? ആ സ്ലാബിലോട്ടിരുന്ന് കഴിച്ചൂടെ? ഇതാ സുഖം. അലീന പുഞ്ചിരിച്ചു. അത് കുട്ടിച്ചാൻ വന്ന് അവളുടെ സമീപം ഇരുന്നു. പ്ലേറ്റ് താഴെ വെച്ചു. വല്യപ്പച്ചെന്തിനാ എങ്ങോട്ട് വന്നത്? അവിടെ ഇരുന്ന് കഴിച്ചാൽ പോരായിരുന്നോ? ഞാൻ ഓർത്തു നീ ഒറ്റയ്ക്കാണല്ലോ എന്ന്. നിനക്കൊരു വിഷമമില്ലേ മോളെ? ഞാനല്ലല്ലോ വല്യപ്പച്ച, നിങ്ങളൊക്കെയല്ലേ വിഷമിപ്പിക്കേണ്ടത്. ഒരു പെൺകുഞ്ഞിനോട് ഇത്രയും കാലവും ചെയ്തു പോന്ന അനീതിയെ ഓർത്ത് നിങ്ങളല്ലേ സങ്കടപ്പെടേണ്ടത്? എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലൊരു ഊണുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം 100 അനാഥ കുഞ്ഞുങ്ങൾക്ക് ഇടയിലിരുന്ന് കിട്ടിയ ഭക്ഷണം ചോറ് തന്നെയാണ്. അത് കുട്ടിച്ചായൻ്റെ തലയിൽ താനേ താണുപോയി. എന്നാലും വല്യപ്പച്ചൻ കൂട്ടിരിക്കാൻ വന്നത് എനിക്കിഷ്ടമായി കേട്ടോ. അല്ലെങ്കിലും കുളത്തുപുഴ വെച്ച് നമ്മൾ ഒറ്റ കക്ഷിയല്ലേ, നമ്മളെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? അലീന അയാളെ സമാധാനിപ്പിച്ചു. അവർ 2 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഊണുമുറിയിലിരുന്ന് സംഭാഷണങ്ങളൊന്നും കേൾക്കാനില്ലായിരുന്നു. ആൽബർട്ടും ഔസേപ്പച്ചനും രാത്രി തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. റോബോട്ട് ബെഡ്റൂമിൽ വന്നു നോക്കിയപ്പോൾ കുട്ടികൾ 2 പേരുമില്ല. അവരെവിടെ? അയാൾ അൻസിയോട് ചോദിച്ചു. ആൻറ്റി കഥ പറയുമെന്നും പറഞ്ഞ് ദിയമോൾ പോകുന്നത് കണ്ടു. അതിന് പിറകെ മോനും പോയി. അവർക്ക് നാളെ പോകണ്ടേ? കഥ കേട്ട് കിടന്നാൽ മതിയോ? റോബർട്ട് കുട്ടികളെ തിരക്കി അലീനയുടെ റൂമിൽ വാതിക്കലെത്തി.
കട്ടിലിൻ്റെ ക്രോസിൽ തലയണ വെച്ച് ചാരിക്കിടക്കുകയാണ് അലീന. ജോൺ പോൾ അവളുടെ മീതെ കാലിന്മേൽ കയറ്റി വെച്ച് മലർന്നു കിടക്കുന്നു. അവളുടെ വലതു കൈ അവൻ പിടിച്ച് കഴുത്തിന് കീഴെ അമർത്തി വെച്ചിട്ടുണ്ട്. അലീനയുടെ ഇടതുകൈ മടക്കിൽ തലവെച്ച് പറ്റിച്ചേർന്ന് കിടക്കുകയാണ് ദിയമോൾ. റോബർട്ടിനെ കണ്ടതും അലീനയുടെ കഥ പറച്ചിൽ നിലച്ചു. കഥയും കേട്ടോണ്ട് കിടന്നാൽ മതിയോ? ഉറങ്ങണ്ടേ? റോബർട്ട് ചോദിച്ചു. പപ്പ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ജോൺ പോൾ ഒച്ചയെടുത്തു. എഴുന്നേറ്റ് വാ. ഇല്ല, പപ്പ പൊക്കൂ, ഞങ്ങൾ ഉറങ്ങിക്കോളാം. ദിയമോൾ തല പൊക്കി നോക്കി പറഞ്ഞു. നാളെ സ്കൂളിൽ പോകണ്ടേ മോളെ? പപ്പ ഇപ്പം തീരും കഥ, ഞങ്ങൾ ഇവിടെ കിടന്നോളാം. മോനെ എഴുന്നേൽക്ക്. റോബർട്ട് അവനെ എടുക്കാൻ കുനിഞ്ഞു. അവൻ പെട്ടെന്ന് അലീനയുടെ മീതെ കമിഴ്ന്ന് 2 കൈയും അവളുടെ പുറത്തേക്കിട്ട് കെട്ടിപ്പിടിച്ചു. വയറിന് മീതെ തലവെച്ച് ആമയെപ്പോലെ കിടന്നു. ഇനി ഒരു 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ, അലീന റോബർട്ടിനോട് പറഞ്ഞു. റോബർട്ട് തിരികെ പോയി. അവരെ കഥ കേൾക്കുക, ഇപ്പം തന്നെ വിട്ടേക്കാമെന്ന് അവൾ പറഞ്ഞു. റോബർട്ട് അൻസിയോട് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും കുട്ടികളെ കാണാഞ്ഞ് അൻസി എഴുന്നേറ്റ് പോയി. അവിടെ കഥ പറച്ചിൽ നിലച്ചിരുന്നു. മോൻ അലീനയുടെ ഉദരത്തിലേക്ക് മുഖം വെച്ച് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നു. അലീനയുടെ വലതുകൈത്തലം അവൻ്റെ പുറത്ത് തളം പിടിക്കുന്നുണ്ട്. അലീനയുടെ തോളത്തേക്ക് തല കയറ്റി വെച്ച് അവളോട് ചേർന്ന് കിടന്ന ദിയമോളും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവളെ ഇടത് കൈകൊണ്ട് അടുപ്പിച്ച് പിടിച്ചിരിക്കുന്നു അലീന. ആൻസിയും അത് നോക്കി ഏതാനും നിമിഷം നിന്നു. അലീന ആൻസിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവർ നല്ല ഉറക്കായി, അലീന പറഞ്ഞു. ആൻസി സംശയിച്ചു നിന്നു. ലൈറ്റ് അണയ്ക്കാം. ആൻസി സ്വിച്ച് ബോർഡിലേക്ക് കൈ നീട്ടി സ്വിച്ച് ഓഫ് ചെയ്തു. അവൾ ഒരു നിഴൽ പോലെ വാതിലിനപ്പുറത്തേക്ക് നീങ്ങുന്നത് അലീന കണ്ടു. ആൻസിയുടെ വാതിൽ ചാരി. അലീന കണ്ണിൽ മയക്കം കയറിയപ്പോഴേക്കും മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അലീന തലയണയ്ക്കിടയിൽ നിന്ന് സെറ്റ് എടുത്തു കാതോട് തീർത്തു. ഹലോ, നീ ഉറക്കം പിടിച്ചോ? ഒരു പരുക്കൻ സ്വരം. അയ്യോ, പപ്പയാണോ? ഞാനൊന്ന് മയങ്ങിയായിരുന്നു. എന്നാൽ വെച്ചേക്കാം. പപ്പ ഇപ്പം എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. എങ്ങനെയുണ്ട് നിനക്കവിടെ? സുഖം. ആൽബിയും ഓസപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നോ അവിടെ? പപ്പ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം. അവരെന്തു പറഞ്ഞു നിന്നോട്? ഒന്നും പറഞ്ഞില്ല. മറുവശത്ത് മൗനം. പപ്പ എന്താ മിണ്ടാത്തേ? നാളെ തിരിച്ചു പോകാം അല്ലേ? വേണ്ട, 2 ദിവസം ഞാനിവിടെ നിൽക്കട്ടെ പപ്പ. എൻ്റെ കൂടി തറവാടല്ലേ? നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പപ്പ. ഫോൺ കോൾ കട്ടായി. അലീന ഫോണും കയ്യിൽ പിടിച്ച് ഇരട്ടത്ത് കിടന്നു. പിറ്റേന്ന് രാവിലെ ദിയമോളെയും മോനെയും വിളിച്ചുണർത്തിയതും പല്ല് തേപ്പിച്ചതും കോഫി തയ്യാറാക്കി കൊടുത്തതും അലീനയായിരുന്നു. അവൾ അവിടെ അവരെ പഠിക്കാനിരുത്തി. സ്കൂളിൽ പോകേണ്ട സമയമായപ്പോൾ കുളിപ്പിച്ച് യൂണിഫോം ഇടിവിപ്പിച്ചു. കാലിൽ ഷൂസും സോക്സും ധരിപ്പിച്ചു. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകി. ടിഫിൻ കെട്ടി. എല്ലാ ദിവസവും രാവിലെ വീട് കുട്ടികളുടെയും കലാപഭൂമിയായിരുന്നു. അടിയും വഴക്കും കരച്ചിലും ഉഗ്രശാസനകളും കൊണ്ട് മുഖരിതമായിരുന്നു ഗൃഹാന്തരീക്ഷം. എന്നാൽ ഇന്ന് 2 പേരും വളരെ ശാന്തമായിരുന്നു. അവൾ പറയുന്നതെല്ലാം അവർ അനുസരിച്ചിരിക്കുന്നു. ഇടയ്ക്ക് ആൻസി അതിശയത്തോടെ മറിയക്കുട്ടിയോട് പറഞ്ഞു. അടി മേടിക്കാതെ ഒറ്റ ദിവസം പോലും സ്കൂളിലോട്ട് പോയിട്ടില്ല 2 പേരും. ആൻസി അവരെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കുട്ടികൾ പറഞ്ഞു, മമ്മി വേണ്ട, ആൻറ്റി കൊണ്ടുവിട്ടാൽ മതി. ഒടുവിൽ അലീന തന്നെ അവരെ റബ്ബർ നിന്നും പുറത്തേക്കുള്ള റോഡ് വരെ കൊണ്ടുപോയി സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ മറിയക്കുട്ടി അലീനയോട് പറഞ്ഞു, ഇപ്പം ആൽബിയും ഔസേപ്പച്ചനും ഇല്ലല്ലേ? നീ അടുക്കളയിൽ പോയിരുന്ന് കഴിക്കണമെന്നില്ല. ഡൈനിങ് റൂമിലിരിക്കാം. അത് വേണ്ട, എനിക്ക് ഊണുമേശയിലിരുന്ന് കഴിക്കാനുള്ളത് കൊതി കൊണ്ടല്ലോ ഞാൻ ഇന്നലെ ചോദിച്ചത്. ഇവിടെ ഉള്ളവരുടെ മനസ്സിൽ എന്ത് സ്ഥാനമാണോ എനിക്കുള്ളതെന്ന് അത് മതി, അലീന പറഞ്ഞു. ഉച്ചയ്ക്കും അവൾ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. വൈകുന്നേരം അലീന റോബർട്ടിൻ്റെ കുട്ടികളെ വിളിച്ചിരുത്തി ഹോംവർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 4 അതിഥികൾ ഒരു മാരുതിക്കാറിൽ എത്തിച്ചേർന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീ, 3 കുട്ടികളും. ഔസേപ്പച്ചൻ്റെ ഭാര്യ വത്സമ്മയും മക്കളും. മൂത്തവൾ സാന്ദ്ര, ഇളയവർ 2 ആൺകുട്ടികളാണ്, ജോസൂട്ടിയും മിലനും. അലീനയെ കാണാൻ എത്തിയതാണെങ്കിലും അവർ അടുത്ത വരാതെ ഒഴിഞ്ഞുമാറി നടന്നു. ഒടുവിൽ അലീന ജോസൂട്ടിയെ അടുത്തിയെന്ന് അവനോട് നേരിട്ട് പരിചയപ്പെട്ടു. കണ്ണടച്ച് ഗൗരവക്കാരനായി നിന്ന അവൻ അലീനയുടെ ചോദ്യത്തിന് 1-2 വാക്കുകൾക്ക് ഉത്തരം കൊടുത്തു. അവൻ 10ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മിലനോട് അലീന സംസാരിച്ചപ്പോൾ അവളുടെ മുഖത്ത് നോക്കാതെയാണ് അവൻ മറുപടി പറഞ്ഞത്. കുട്ടികളുടെ മനസ്സിൽ തന്നെപ്പറ്റി മുൻവിധികളുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. സാന്ദ്രയാണെങ്കിൽ അലീനയോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പേര് ചോദിച്ചപ്പോൾ അവൾ മിണ്ടാതെ മുഖം തിരിച്ചു കളഞ്ഞു. സന്ധ്യയ്ക്ക് ദിയമോളെയും മോനെയും കുളിപ്പിച്ച് ഡ്രസ് ഇടിവിച്ച ശേഷം അലീന ഷെറിന് മരുന്ന് കൊടുത്തു. അവൾ തിരികെ ഹാളിലേക്ക് വന്നപ്പോൾ ദിയമോൾ മുകളിൽ നിന്ന് വിളിച്ചു, ആൻറ്റി ഇങ്ങോട്ട് വാ, ഇവിടെ എല്ലാവരും കളിക്കുക.
അലീന സ്റ്റെയർകേസിന് മുകളിലെത്തി. ലോബിയിലിരുന്ന ക്യാരംസ് കളിക്കുകയാണ് ജോസൂട്ടിയും സാന്ദ്രയും മിലനും. ജോൺ പോൾ ഇടയ്ക്ക് കയറി കോയിൻ അടിച്ചു മാറ്റി പോക്കറ്റിലിടുന്നുണ്ട്. ആൻറ്റി വാ, ആൻറ്റിയും കളിക്ക്. അവൻ അവളെ ക്ഷണിച്ചു. ആൻറ്റി ഇവനോട് അടങ്ങിയിരിക്കാൻ പറ, ഇവൻ ഇടയ്ക്ക് കയറി എല്ലാം തെറിപ്പിച്ച് കളയുക. ധീമോൾ പരാതിപ്പെട്ടു. എന്നെ കൂടി കളിപ്പിക്കുമോ? അലീന ചോദിച്ചു. ആൻറ്റിക്കറിയാമോ കളിക്കാൻ? എന്നെ പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിക്കാം. ജോൺ പോളിന് ഉത്സാഹമായി. അലീനയ്ക്ക് അവൻ കസേര ഒഴിഞ്ഞു കൊടുത്തു. അലീന ജോൺ പോളിനെ എടുത്ത് മടിയിലിരുത്തി. ജോസൂട്ടി, എനിക്കിതൊന്ന് പറഞ്ഞതാ, അലീന അഭ്യർത്ഥിച്ചു. മിലനെയും നോക്കി. സാന്ദ്ര മുഖം താഴ്ത്തി മിണ്ടാതിരുന്നു. ഒടുവിൽ ജോസൂട്ടി കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അലീനയ്ക്ക് വിവരിച്ചു. കളി തുടങ്ങിയതും സാന്ദ്ര മുഖം വെറുപ്പിച്ച് കസേരയിൽ എണീറ്റ് ഞാൻ കളിക്കുന്നില്ല, അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഞാൻ വന്നതുകൊണ്ടാണോ? ഇവിടെ ഇരുന്നോ, ഞാൻ മാറി തന്നേക്കാം. അലീന എഴുന്നേൽക്കാൻ ഭാവിച്ചു. അപ്പോഴേക്കും സാന്ദ്ര തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ കോണിപ്പടി ചുവട്ടിൽ നിന്ന് ഒരു അമർത്തിയ കരച്ചിൽ കേട്ടു. അലീനയടക്കം എല്ലാവരും എഴുന്നേറ്റ് ചെന്ന് നോക്കി. സാന്ദ്ര സ്റ്റെയർകേസിൻ്റെ കൈവരിയിൽ പിടിച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മറ്റേക്കാൽ കുടയുന്നത് കണ്ടു. എന്തു പറ്റി ചേച്ചി? മിലൻ മുകളിൽ നിന്ന് ചോദിച്ചു. ഒന്നും പറ്റിയില്ല, അവൾ മുകളിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അവശേഷിച്ച് 2 പടികൾ കൂടി മുടന്തി നടന്നു പോകുന്നത് കണ്ട് മിലൻ പറഞ്ഞു. കാലെവിടെയോ തട്ടിയെന്ന് തോന്നുന്നു. വീണ്ടും അവൻ ക്യാരംസ് കളിക്കാനിരുന്നു. അവൾ ദേഷ്യപ്പെട്ട് ചാടി പോയതാ, അതാ അങ്ങനെ പറ്റിയത്, ജോസൂട്ടി ചെറുചിരിയോടെ പറഞ്ഞു. കളിക്കുന്നതിനിടയിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചും കളിത്തമാശകൾ പറഞ്ഞും അലീന ജോസൂട്ടിയുമായും മിലനുമായും ഒരടുപ്പം സ്ഥാപിച്ചു. കുറെ കഴിഞ്ഞ് കളി മതിയാക്കി അവർ താഴെ എത്തിയപ്പോൾ സാന്ദ്ര ഹാളിലിരുന്ന് TV കാണുന്നുണ്ട്. ഇടതുകാൽ ടീപ്പോയിലേക്ക് എടുത്തു വെച്ച് തടവിക്കൊണ്ടാണ് ഇരിപ്പ്. അലീന അടുക്കളയിലേക്ക് പോയി. രാത്രി ഭക്ഷണത്തിന് ഡൈനിങ് റൂമിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അലീന തനിക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പിൻവലിഞ്ഞു. അത് കുടിച്ചായനും അവളോടൊപ്പം കൂടി. ദിയമോളും ജോൺ പോളും വല്യപ്പച്ചേൻ്റെയും ആൻറ്റിയുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വാശി പിടിച്ചു. ആൻസി കുട്ടികളെ ശാസിച്ചപ്പോൾ റോബർട്ട് പറഞ്ഞു, അവക്കതാണ് ഇഷ്ടമെങ്കിൽ പോയിരുന്ന് കഴിച്ചോട്ടെ, ഞങ്ങളും ആൻറ്റിയുടെ കൂടെയാ. ദിയമോൾ അവളുടെ പ്ലേറ്റ് ഉയർത്തിപ്പിടിച്ച് വലിയ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ചെന്നു. പിന്നാലെ ജോൺ പോളും എത്തി. അവന് കൂടുതൽ സന്തോഷം. അലീന അവനെ മടിയിലിരുത്തും, ഇടയ്ക്കിടെ വാരിക്കൊടുക്കും. അതിനിടയിൽ കൊച്ചു കൊച്ചു നൂറുങ്ങു കഥകൾ പറയും. അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ 4 പേരടങ്ങുന്ന ഒരു സംഘമായി. ഊണ് കഴിഞ്ഞ് കൈ കഴുകുമ്പോഴാണ് അതുകുടിച്ചാൻ ശ്രദ്ധിച്ചത്. സാന്ദ്രയ്ക്ക് നടക്കുമ്പോൾ ചെറിയൊരു മുടന്ത്. അയാൾ കാര്യം എന്താണെന്ന് തിരക്കി. കോണിപ്പടി ഇറങ്ങുമ്പോൾ കാലൊന്ന് തെന്നി. സാന്ദ്ര പറഞ്ഞു, കാൽ ഉളുക്കിയതാണോ കുഞ്ഞെ? സാരമില്ല വല്യപ്പച്ച, അവൾ പിന്നെയും ടി വിക്ക് മുമ്പിൽ ചെന്നിരുന്നു. മിലൻ ഒരു പാക്കറ്റ് പ്ലേയിങ് കാർഡുമായി വന്ന് അവളെ വിളിച്ചു. കഴുത് കളിക്കാൻ കൂടുന്നു. എവിടെയാ? അലീന ചേച്ചിയുടെ റൂമിൽ. ഞാനില്ല. മിലൻ തിരിച്ചുപോയി. അലീന ഷെറിനെ കൂടി നിർബന്ധിച്ച് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് വേണ്ടി റാണിയാൻ്റിയാണ് കളിക്കുന്നേ, എന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം, അലീന അഭ്യർത്ഥിച്ചു. ഷെറിൻ അധികം സംസാരിച്ചില്ലെങ്കിലും അലീനയോട് ചേർന്നിരുന്ന് കളിക്കേണ്ട വിധം അവൾക്ക് പറഞ്ഞു കൊടുത്തു. 10:30 മണിവരെ കളിതമാശകൾ നീണ്ടു. ഉറങ്ങിപ്പോയ ദിയമോളെയും ജോൺ പോളിനെയും റോബർട്ട് വന്ന് എടുത്തുകൊണ്ടുപോയി. ജോസൂട്ടിയും മിലനും ഉറങ്ങാൻ പോയി. അലീന ഷെറിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. തിരികെ തൻ്റെ റൂമിലേക്ക് വരുമ്പോൾ വത്സമയും കുട്ടികളും കിടക്കുന്ന മുറിയിൽ നിന്ന് അമർത്തിയ സ്വരത്തിലുള്ള ശകാരം കേട്ടു. അലീന വാതിക്കൽ നിന്ന് നോക്കി. വത്സമ കട്ടിലിനരികിലിരുന്ന് മകളുടെ കാൽ തടവുകയാണ്. നിലത്ത് നോക്കി നടക്കണം. നിന്റെ കണ്ണെവിടായിരുന്നു? ഇനിയിപ്പം എന്ത് ചെയ്യാനാ? നേരം വിളിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോകാം. അലീന അകത്തേക്ക് കയറി ചെന്നു. അവൾ സാന്ദ്രയുടെ കാൽ നോക്കി. നീര് വെച്ചിട്ടുണ്ടല്ലോ ആൻറ്റി, അലീന പറഞ്ഞു. ഓ സാരമില്ല, ഒരു ഓയിൽമെൻറ്റ് പുരട്ടിയിട്ടുണ്ട്. വത്സമ അവളുടെ കാൽ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. കാൽവണ്ണ കണ്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി, ഇന്നു രാത്രി ഇവൾ ഈ മുറിയിലുള്ളവരെ ഉറക്കില്ല. കൈത്തണ്ട കൊണ്ട് കണ്ണു മറച്ചാണ് കിടക്കുന്നതെങ്കിലും ചെവിയുടെ ഭാഗത്ത് കണ്ണുനീരൊലിക്കുന്നത് ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണാം. അലീന പിന്തിരിഞ്ഞു. വത്സമ ഒരു ട്യൂബിൽ നിന്ന് കുറച്ച് ഓയിൽമെൻറ്റ് കൂടി ഞെക്കിപ്പിഴിഞ്ഞ് കാലിൽ പുരട്ടി. മതി, സാന്ദ്ര വേദന കൊണ്ട് വിങ്ങി. മതിയെങ്കിൽ മതി. വത്സമ അടുത്ത കിടക്കയിൽ പോയി കിടന്നു. 1/4 മണിക്കൂറിനുള്ളിൽ ഒരു സ്റ്റീൽ ചെരുവത്തിൽ തിളപ്പിച്ച വെള്ളവുമായി അലീന മുറിയിലേക്ക് വന്നു. ഞാൻ ഇത്തിരി ആവി പിടിക്കാട്ടോ, വേദന കുറയും. വേണ്ട, സാന്ദ്ര കാൽ വലിക്കാൻ ഭാവിച്ചു. വെറുതെ വാശി പിടിക്കണ്ട. അലീന ടവൽ തിളപ്പിച്ച് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് പതിയെ സാന്ദ്രയുടെ കണങ്കാലിൽ ആവി കൊളുത്തിച്ചു. വെള്ളത്തിൻ്റെ ചൂട് കയറുന്നത് വരെ അവൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എഴുന്നേറ്റ് ഔതുക്കുട്ടിച്ചാൻ്റെ മുറിയിൽ പോയി കുഴുമ്പ് എണ്ണയുണ്ടെന്ന് തിരക്കി ഔതുക്കുട്ടിച്ചാൻ മുറിവെണ്ണ എടുത്തു കൊടുത്തു.
അലീന സാന്ദ്രയുടെ കട്ടിലിൽ വന്നിരുന്ന് കാലിൽ എണ്ണ പുരട്ടി പതിയെ തടവിക്കൊടുത്തു. ആവി കൊണ്ടപ്പോൾ തന്നെ സാന്ദ്രയുടെ വേദന അല്പം ശമിച്ചിരുന്നു. കാൽമുട്ട് മുതൽ പാദം വരെയുള്ള ആ തലോടൽ അവൾക്ക് ആശ്വാസമായിരുന്നു. വേദനിപ്പിക്കാതെ സൂക്ഷ്മതയോടെ പൂവിതൽ കൊണ്ട് തഴുകുന്നതുപോലെ വേദന കുറേശ്ശെ അലിഞ്ഞലിഞ്ഞു പോകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഉറങ്ങിക്കോ, ഉറങ്ങിയിട്ടേ ഞാൻ എണീറ്റ് പോകുന്നുള്ളൂ, അലീന പറഞ്ഞു. സാന്ദ്ര കണ്ണുകൾ അടച്ചു. ഇപ്പുറത്ത് കട്ടിലിൽ വത്സമ്മ അലീനയുടെ പ്രവൃത്തി നോക്കിക്കൊണ്ട് കിടന്നു, ഉറക്കം വന്ന് കണ്ണടയുന്നതുവരെ. രാവിലെ സാന്ദ്ര ഉണർന്നയുടനെ കാൽ പരിശോധിച്ചു. വേദനയും നീരും അപ്രത്യക്ഷമായിരിക്കുന്നു. അവൾ നടന്നു നോക്കി. നെരിയാണി ചുവട്ടിൽ ചെറിയൊരു പേശിവലിവുണ്ടെന്നേ ഉള്ളൂ. അവൾ ബെഡ് കോഫിക്ക് വേണ്ടി അടുക്കളയിലേക്ക് ചെന്നു. എങ്ങനെയുണ്ട് നിന്റെ കാല്? വത്സമ്മ ചോദിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ആ പെണ്ണ് ഇന്നലെ രാത്രി ആവി പിടിച്ച് എണ്ണയിട്ട് കാല് തിരുമ്മി കൊടുത്തിട്ടാ, വത്സമ്മ അൻസിയോട് പറഞ്ഞു. ഞാൻ ഉറങ്ങുന്നത് വരെ അവൾ അവിടെ തന്നെ ഇരുന്നു, കാല് തിരുമുന്നുണ്ടായിരുന്നു. എപ്പോഴോ സാന്ദ്ര അവൾ എണീറ്റ് പോയത്? ഞാൻ ഉറങ്ങിപ്പോയി, കണ്ടില്ല, സാന്ദ്ര പറഞ്ഞു. ഔസേപ്പച്ചനെയാകെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഒരു വല്ലാത്ത സാധനമായിരിക്കുമെന്ന്. ഇത് ആട്ടിൻകുട്ടിയെപ്പോലത്തെ ഒരെണ്ണം. പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് അവളോട് കൂട്ടുകൂടിയത്. വത്സമ്മ ഉള്ളിൽ തോന്നിയത് തുറന്നു പറഞ്ഞു. അത് ശരിയാ, മറിയക്കുട്ടി പറഞ്ഞു. എല്ലാത്തിനെയും മേച്ചുകൊണ്ട് നടന്നോളും. 2 ദിവസമായിട്ട് ദിയമോളുടെ റേണിക്കുട്ടൻ്റെ ഒരു കാര്യം ഞങ്ങൾ അറിയുന്നില്ല. അല്ലെങ്കിൽ എന്തോ ഇവിടുത്തെ സ്ഥിതി. ആരെന്തൊക്കെ പറഞ്ഞാലും എത്ര ദേഷ്യപ്പെട്ടാലും അവൾക്ക് ആരോടും ഒരു പിണക്കവുമില്ല. ഏത് പണിയും ചെയ്തോളും. അവളാ ഈ അടുക്കളയൊക്കെ ഇതുപോലെ വൃത്തിയാക്കി അടുക്കിപ്പെറുക്കി വെച്ചത്. അവൾ വന്ന ദിവസം ഞാൻ ഏതാണ്ട് കുത്തുവാക്കൊക്കെ പറഞ്ഞു ചേച്ചി. അതാണിപ്പം എനിക്കൊരു വിഷമം. ആൻസി കുണ്ഠിതപ്പെട്ടു. ഒരു കാര്യം ശരിയായിട്ടോ, അതവിടത്തെ മരിച്ചുപോയ അമ്മച്ചി തന്നെയാ. ആ സ്വഭാവവും പ്രകൃതവും നടപ്പും എടുപ്പും വർത്താനവും നോട്ടവും ചിരിയും എല്ലാം. അപ്പച്ചൻ പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും വിചാരിച്ചില്ല. വത്സമ്മ അതിശയം കൊണ്ടു. സാന്ദ്ര കാപ്പി ഊതി കുടിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് നടന്നു. അവിടെ റോബോട്ടും ആദക്കുട്ടിച്ചായനും ജോസൂട്ടിയും മിലനും ഇരുന്ന് പാത്രം വായിക്കുന്നുണ്ട്. അലീന മുറ്റമടിക്കുകയാണ്. സഹായത്തിന് ഷെറിനെയും വിളിച്ചിട്ടുണ്ട്. ഷെറിൻ കുനിഞ്ഞു ചൂലുകൊണ്ട് 2 വട്ടം തൂക്കും. പിന്നെ നിവർന്ന് എന്തോ ആലോചിച്ച് നിൽക്കും. അലീന അരികെ ചെന്ന് തോണ്ടുമ്പോൾ വീണ്ടും മുറ്റം തൂക്കും. അവളെ ദൈനംദിന ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അലീന നടത്തുന്നത്. സാന്ദ്രയെ കണ്ട് അലീന അടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ട് കാലിന്? കുറഞ്ഞു, സാന്ദ്ര ചെറിയ ചമ്മലോടെ പറഞ്ഞു. കാണട്ടെ. സാന്ദ്ര ചുരിദാറിൻ്റെ പാൻസ് അല്പം മുകളിലേക്ക് വലിച്ചു. അലീന അവളുടെ കണങ്കാലിൽ കൈത്തലം ചേർത്ത് ചെറുതായെന്ന് തലോടി. നീരെല്ലാം പോയല്ലോ. സാന്ദ്ര സമ്മതിച്ചു. അലീന അവളുടെ നേർക്ക് കൈ നീട്ടി. ഫീസ് താ, ചികിത്സയ്ക്ക് പ്രതിഫലം കിട്ടണ്ടേ? ഒന്നുകിൽ ഫീസ് അല്ലെങ്കിൽ താങ്ക്സ്, രണ്ടും ഒന്നിച്ച് കിട്ടിയ വലിയ സന്തോഷം. സാന്ദ്ര ജാള്യത്തോടെ നിന്നു. രാവിലെ 8:30 മണിക്ക് ആൽബർട്ടും ഭാര്യ ഷിജിയും കുട്ടികളും ഒരു ജീപ്പിൽ വന്നു ചേർന്നു. ശനിയാഴ്ച ആയതിനാൽ കുട്ടികൾക്ക് ക്ലാസ്സില്ല. ജോസൂട്ടിയും മിലനും ചേർന്ന് ആൽബർട്ടിൻ്റെ മക്കളായ റാണിയെയും ഷോബിയെയും അലീനയ്ക്ക് പരിചയപ്പെടുത്തി. റോണി +1 പഠിക്കുന്നത്. ഷോബി 9ാം ക്ലാസ്സിലും. അലീന ഒരു ടൈം ടേബിൾ തയ്യാറാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ശുചീകരണ പ്രവർത്തനമുണ്ട്. 1ാമത്തെ ഇനം വീട് വൃത്തിയാക്കലാണ്. ഭിത്തികളും ഫ്ലോറുമെല്ലാം മുഷിഞ്ഞിരിക്കുന്നു. അത് തേച്ച് കഴുകണം. സ്വിച്ച് ബോർഡിലുള്ളയും കോണിപ്പൊടികൾ എന്നിവയെല്ലാം കഴുകി വെടിപ്പാക്കണം. ഡോർ കർട്ടനുകൾ, ജനലുകൾ എന്നിവ എല്ലാം അഴിച്ച് അലക്കിയെടുക്കണം. വീടിൻ്റെ പരിസരം കളകളഞ്ഞ് വൃത്തിയാക്കി പൂച്ചട്ടിയും മറ്റും യഥാസ്ഥാനങ്ങളിൽ ക്രമീകരിക്കണം. 12 മണിക്ക് ഔസേപ്പച്ചൻ വന്നപ്പോൾ വീടിനുള്ളിൽ ശുചീകരണ പ്രവർത്തനം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. പപ്പ, ഇവിടെ സേവനവാരമാ, മിലൻ ചിരിയോടെ പറഞ്ഞു. എല്ലാവരും ഉച്ചൂണിനിരുന്നപ്പോൾ അലീന ഒരു പ്ലേറ്റും എടുത്ത് അടുക്കളയുടെ മൂലയിലേക്ക് മാറി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവൾ അങ്ങനെ മാറിയിരുന്നു. കുട്ടികൾക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അലീനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുട്ടികളെല്ലാവരും തങ്ങളുടെ ഭക്ഷണപ്പൊതി എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് അലീനയ്ക്കൊപ്പം ഇരുന്നു. അവരവിടെ ഇരുന്നത് നന്നായി. എല്ലാവർക്കും കൂടി ഇരിക്കാൻ ഇവിടെ സ്ഥലം, ഔസേപ്പച്ചൻ ആരോടുമില്ലാതെ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് കുട്ടികളുടെ പൊട്ടിച്ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു. അതെന്താണെന്നറിയാൻ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയ ആൻസിയും മറിയക്കുട്ടിയും പിന്നെ തിരിച്ചു വന്നില്ല. വല്ല കാര്യമുണ്ടായിരുന്നോ? ആൽബിച്ചായനും ഔസച്ചായനും അവളെ ഒറ്റപ്പെടുത്താൻ പോയിട്ട് ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടു. പിള്ളേരെല്ലാം അവളുടെ കൂടെ കൂടി. റോബർട്ട് ജ്യേഷ്ഠന്മാരെ കുറ്റപ്പെടുത്തി. അടുക്കളയിൽ നിന്ന് പൊട്ടിച്ചിരിയുടെ ഒരല കൂടി കുതിച്ചെത്തി. അവരെന്തിനാ? എന്താ പരിപാടി? മിമിക്രിയോ? ആകാംക്ഷ അടക്കാനാവാതെ വത്സമ്മ എഴുന്നേറ്റ് പുറകെ ഷിജിയും. അടുക്കളയിൽ കുട്ടികളെല്ലാം വട്ടത്തിലിരിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ അവരവരുടെ പ്ലേറ്റുകളുമുണ്ട്. ഇവനെന്താ പൊട്ടനാണെന്നറിയോ? അലീന ചേച്ചി ജോസൂട്ടിയെ മിലനെ പറ്റി പറയുകയാണ്. പപ്പ ഇവൻ്റെ കയ്യിൽ 200 രൂപയും കൊടുത്ത് താറാവിനെ വാങ്ങാൻ വിട്ടു.
നല്ല കനമുള്ള ഒരെണ്ണത്തിനെ വാങ്ങണമെന്നും പ്രത്യേകം പറഞ്ഞയച്ചതാ. ഇവൻ പോയിട്ട് വെറും കൈയോടെ തിരിച്ചു വന്നു. അയ്യോ, പുളുവാണേ, മിമിക്രിക്കാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണേ, വിശ്വസിച്ചേക്കല്ലേ അലീന ചേച്ചി, മിലൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കേട്ടോ അലീന ചേച്ചി? മിലൻ്റെ തടസ്സം വകവയ്ക്കാതെ ജോസൂട്ടി തുടർന്നു. പപ്പ ഇവനോട് ചോദിച്ചു താറാവിനെ വാങ്ങിച്ചില്ലേന്ന്. അന്നേരം ഇവൻ പറയുക നല്ല കനമുള്ള താറാവിനെയൊന്നും കണ്ടില്ലാന്ന്. ഇവൻ ചെന്നപ്പോൾ കണ്ട താറാവെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമായിരുന്നു എന്ന്. ഇവൻ എന്താ പൊട്ടന അലീന ചേച്ചി? ചിരിയുടെ ഒരു മാലപ്പടക്കം അടുക്കളയിൽ പൊട്ടിച്ചിരിക്കുന്നു. ചിരിച്ച് ചിരിച്ച് അലീനയുടെ തൊണ്ടയിൽ ചോറും കറിയും വിക്കി ശ്വാസം കിട്ടാതെ അല്പം വിഷമിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. റോണി അവളുടെ തലയിൽ തട്ടിക്കൊടുത്തു. അത് കണ്ട് ജോൺ പോൾ എഴുന്നേറ്റ് വന്ന് അവളുടെ തലയിൽ പതുക്കി അടിച്ചു. ഈ ജോസുട്ടിയുടെ ഒരു മണ്ടത്തരം കേൾക്കണോ അലീന ചേച്ചി? റോണി ചോദിച്ചു. വേണ്ട, മതി, ഇനി എനിക്ക് ചിരിക്കാൻ വയ്യ, വയറ് വേദനിക്കുന്നു, അലീന കെഞ്ചി. 3:30 മണിയോടെ ജോസൂട്ടി ബാറ്റും ബോളും എടുത്ത് റബ്ബർ തോട്ടത്തിലിറങ്ങി. റോണിയും മിലനും ഷോബിയും 2 ടീമായി തിരിഞ്ഞു. കളി തുടങ്ങി. ദിയമോളുടെ ടീമിലെടുത്തില്ലെന്ന് പരാതിയുമായി അവൾ അലീന ചേച്ചിക്ക് സമീപം. അലീന ഉടനെ സാന്ദ്രയും ദിയമോളെയും ഷെറിനെയും കൂട്ടി ക്രിക്കറ്റ് കളിക്കുന്നിടത്തേക്ക് ചെന്നു. ഞങ്ങളെ ചേർക്കണം, അവൾ ആവശ്യപ്പെട്ടു. ആൺകുട്ടികൾ ടീമിലൊരു അഴിച്ചുപണി നടത്തി അവരെ കൂടി കളിയിൽ ചേർത്തു. കളി കഴിഞ്ഞു വൈകുന്നേരം എല്ലാവരും കൂടി പുരയിടത്തിൻ്റെ അതിരുകളുടെ ഒഴുകുന്ന തോട്ടിൽ പോയി മീൻപിടുത്തം നടത്തി. അലീന കയ്യിലിരുന്ന ചൂണ്ട വെള്ളത്തിൽ ഒരു മീനിൻ്റെ നിഴൽ കാണുമ്പോഴേക്ക് എല്ലാവരും കൂടി ഒച്ചയിടും. അലീന ചേച്ചി ദാ അവിടെ, ദാ അവിടെ. മീനുകളെല്ലാം ബഹളം കേട്ട് ഓടി ഒളിച്ചു. ജോൺ പോൾ കുറെ കൂടെ വെള്ളത്തിലേക്ക് കല്ല് വിറക്കിയെറിഞ്ഞ് അവറ്റകളെ ഓടിച്ചു. അലീന ചൂണ്ടയിൽ ഒരൊറ്റ മീൻ പോലും കുത്തിയില്ല. സന്ധ്യയ്ക്ക് മുമ്പേ അലീന തന്നെ എല്ലാവരെയും ആട്ടിത്തെളിച്ച് വീട്ടിലെത്തിച്ചു. രാത്രി അലീന കുളി കഴിഞ്ഞ് ഡ്രസ് മാറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൂമിന് മുൻപിലെ തളത്തിൽ സാന്ദ്ര കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? TV കാണുക. നിനക്കെന്ത് പറ്റി? ഞാൻ അലീന ചേച്ചിയോട് സോറി പറയാൻ വന്നതാ. സാന്ദ്രയുടെ സ്വരം താണു. ആഹാ, വേഗം വേഗം പറ, എനിക്ക് സോറി പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അലീന ചിരിയോടെ പറഞ്ഞു. അലീന ചേച്ചി എന്നെ കളിയാക്കുക? ഇല്ലടി, നീ പറഞ്ഞു. അലീന പിന്നെയും ചിരിച്ചു. ഇല്ല, സാന്ദ്ര പരിഭവിച്ചു. അലീന അരികെ ചെന്ന് അവളുടെ തോളത്ത് പിടിച്ചു. എന്നാൽ നിനക്ക് വേണ്ടിയിട്ട് ആ സോറി കൂടി ഞാൻ തന്നെ പറയാം. അലീന ചേച്ചിയുടെ അടുത്ത് ഇന്നലെ ഞാൻ വലിയ ഗമ കാണിച്ചു, മിണ്ടാതെ നടന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞു നടന്നുപോയി. അതിനും സോറി മതിയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? സാന്ദ്രയുടെ കണ്ണുകളിൽ നീർപ്പോളയുടെ തിളക്കം കാണായി. അലീന അവളുടെ ശിരസും കവിളിലും തലോടി. സാരമില്ല കേട്ടോ. അലീന ചേച്ചിക്ക് നിന്റെ അടുത്ത് പിണക്കമുണ്ടോ? ഇല്ലടി, നീ എൻ്റെ അനുജത്തിയല്ലേ, അറിയാതെയല്ലേ എന്നോട് ദേഷ്യം കാണിച്ചത്. ഇപ്പം അതിൻ്റെ ഇരട്ടി ഇഷ്ടം നീ എനിക്ക് തന്നില്ലേ, അത്രയും മതി. സോറി ഒന്നും പറയണ്ട കേട്ടോ, അലീന ആശ്വസിപ്പിച്ചു. സാന്ദ്ര മുഖം അടുപ്പിച്ച് അവളുടെ കവിളത്ത് ഒരുമ്മ കൊടുത്തിട്ട് പിന്തിരിഞ്ഞ് ഒറ്റയോട്ടം. അലീന നിറഞ്ഞ മനസ്സോടെ അത് നോക്കി നിന്നു.